എൻ്റെ പേര് അഫീഫ. ഞാൻ കഴിഞ്ഞ ജൂലൈ 7-നാണ് DH എക്സാം എഴുതി ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 മാസത്തോളമായി മിഡ് വെഞ്ചറിൽ ജോയിൻ ചെയ്തിട്ട്. ബേസിക് ക്ലാസ് കുറച്ചൊക്കെ കേട്ടു, കംപ്ലീറ്റ് ആയിട്ടില്ല. സാറെ ക്ലാസ് അടിപൊളിയാണ്. എന്താ പറയുക, ഡിഫാമിന് മനസ്സിലാവാത്തത് പോലും സാറാ ക്ലാസ്സിനും ഒരുപാട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് താങ്ക്സ്, എസ്പെഷ്യലി ആൻഡോ സാറിന്. പിന്നെ ഞാൻ എങ്ങനെ പഠിച്ചതെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് ഫയൽസും പിന്നെ അതുപോലെ മോക്ക് ടെസ്റ്റും പിന്നെ റീസെൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ അതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് പ്രാവശ്യം നോക്കിയിട്ടുണ്ട്. പിന്നെ എന്നിട്ട് അതിൽ നമുക്ക് കിട്ടാത്ത പോർഷൻസൊക്കെ ഞാനൊരു നോട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ അത് പിന്നെയും പിന്നെയും യാത്രയിലും വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അത് പഠിച്ചു. പിന്നെ എക്സാമിൻ്റെ ലാസ്റ്റ് ടൈമിൽ ആ നോട്ട്സ് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. എന്നാലും മിഡ് വെഞ്ചർ ടീമിലെ എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല 2 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് എക്സാം എഴുതാൻ പറ്റുമെന്ന്. പിന്നെ ഞാൻ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ റീസെൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, അത് ഒരുപാട് പ്രാവശ്യം നോക്കിയിട്ടുണ്ട്. അതും തന്നെ കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഫയൽസിലെ ഫൗസ മാമിൻ്റെ ക്വസ്റ്റ്യൻസ്, സബീർ സാറത് ഒക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ മോക്ക് ടെസ്റ്റ്, ഫസ്റ്റത്തെ ഒരു 7 മോക്ക് ടെസ്റ്റ് ഉള്ളതിൽ ഫസ്റ്റത്തെ 2-3 എണ്ണം അതൊന്നും ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ കാൽക്കുലേഷൻ ഞാൻ ഒരുപാടൊന്നും നോക്കിയിട്ടില്ല. പിന്നെ മാം വിടുന്ന പോൾ ക്വസ്റ്റ്യൻസ് അത് നോക്കിയിരുന്നു, അതൊന്നും കുറേ വന്നിട്ടുണ്ട്. പിന്നെ ആ കാൽക്കുലേഷന്, പിന്നെ കാൽക്കുലേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതൊന്നും അല്ല വന്നത്. പിന്നെ നമുക്ക് ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ.